ഞങ്ങൾ അന്ന് ആ സമയത്ത് അവിടെ പോലീസ് അട്രോസിറ്റി കഴിഞ്ഞ സമയത്ത് അവിടെ പ്രവർത്തകരോടും അവിടെയുള്ള മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞതും ആശുപത്രിയിലെത്തി ഒരു വാക്ക് നിങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞതുമെല്ലാം ഇതിന്റെ എല്ലാം ബേസിക് റീസൺ ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ വാർത്തകളിൽ നിന്നും ചർച്ചകളിൽ നിന്നും മാറ്റി നിർത്തുക എന്നുള്ള പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പോലീസ് അറ്റാക്കാണ് ഞങ്ങൾക്കെതിരെ നടന്നത് എന്ന് ഞങ്ങൾക്ക് ഉറച്ചു വിശ്വസിക്കാൻ നിരവധിയായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഇന്ന് നടത്തുന്ന പത്രസമ്മേളനത്തിൽ ആരാണ് വ്യക്തിപരമായി ആ മർദ്ദനത്തിന് നേതൃത്വം നൽകിയത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകരിലൂടെ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇതിന്റെയൊക്കെ റീസൺ എന്ന് പറയുന്നത് ശബരിമല വിഷയം തന്നെയാണ്. ഗവൺമെന്റിന് നിൽക്കക്കള്ളിയില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത കൊള്ളയ്ക്കാണ് ദേവസ്വം ബോർഡുകളുടെ അറിവോടെ ദേവസ്വം അംഗങ്ങളുടെയും പ്രസിഡന്റുമാരുടെയും അനുമതിയോടെ അവിടുത്തെ ഉദ്യോഗസ്ഥരും കുറെ തട്ടിപ്പുകാരും ചേർന്ന് നടത്തിയത് എന്നുള്ളതിന്റെ വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത് ഇപ്പോഴത്തെ ദേവസ്വത്തിനും അതിന്റെ ഗൂഢാലോചനയിലും പങ്കാളിത്തം വരെ അന്വേഷിക്കണമെന്നുള്ള തരത്തിലുള്ള പ്രതികരണം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുകയാണ്. ഇനി ആ ദേവസ്വം ബോർഡിനെ മാറ്റി നിർത്താൻ ഈ ഗവൺമെന്റ് മടിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ദേവസ്വം ബോർഡ് കൊണ്ട് ഇതിന്റെ പങ്കാളിത്തം അവസാനിക്കുന്നില്ല. മുൻ മന്ത്രിമാർ ഇപ്പോഴത്തെ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പലതും മറച്ചുവെക്കാനുള്ളത് കൊണ്ടാണ് കോടതി അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിരീക്ഷണം നടത്തിയിട്ട് പോലും ഇപ്പോഴും ആ ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടാൻ, അവരോട് രാജി ആവശ്യപ്പെടാൻ, പിരിച്ചുവിടാൻ സാങ്കേതികമായിട്ട് ഗവൺമെന്റിന് കഴിയുന്നില്ലെങ്കിൽ അവരോട് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ്, രാജി ആവശ്യപ്പെടാൻ ഗവൺമെന്റ് മടിക്കുന്നതിന്റെ പിന്നിലെ കാരണം അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിലും ഇതിന്റെ ഗൂഢാലോചന നിൽക്കുന്നില്ല എന്നുള്ള ഭയം തന്നെയാണ്. അപ്പൊ കട്ടവന്മാർ ദേവസ്വം ബോർഡിലുണ്ട്, കട്ടവന്മാർ സർക്കാരിലുമുണ്ട്, കൊള്ളയിൽ പങ്കുപറ്റിയവരുടെ സർക്കാരാണ് ഉള്ളത് എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോഴും ഈ ദേവസ്വം ബോർഡ് കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ദേവസ്വം ബോർഡും അതിന്റെ പ്രസിഡന്റും തുടരുന്നത്. ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, ശ്രീകോവിലിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഒരു അയ്യപ്പ ഭക്തൻ കാണുന്നത് പൊന്നയ്യപ്പനെയാണെങ്കിൽ ഈ ഗവൺമെന്റും അതിന്റെ പ്രതിനിധികളും ദേവസ്വം ബോർഡും കാണുമ്പോൾ അതിന്റെ പൊന്നു മാത്രമാണ് ഇവര് കണ്ടത് എന്നുള്ളത് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് ഉണ്ടായ ഓരോ ഇൻസിഡന്റും നമ്മളോട് പറയാം. ഏറ്റവും ഒടുവിൽ തിരുവാഭരണ കമ്മീഷണർ ദക്ഷിണേന്ത്യയിൽ ഒരിടത്തും ഇത്തരത്തിൽ ഈ പറയുന്ന ജോലി ചെയ്യാൻ ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഏജൻസിയും ഇല്ല എന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് 7 ദിവസത്തിനകം അവർക്ക് തന്നെ ഇത് കൊടുക്കണമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഉത്തരവിടുന്നതിന്റെ കാരണം ഇത് പുറത്തു വരുമെന്നറിഞ്ഞ് കഴിഞ്ഞ കാലങ്ങളിലെ തട്ടിപ്പുകൾ മറച്ചുവെക്കാനുള്ള അവസാന ശ്രമം നടത്താനായിരുന്നു എന്നുള്ളതാണ്. കോടതിയുടെ ഇടപെടലോടെ അതും കൂടിയാണ് പൊളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ഓർഗനൈസ് ചെയ്ത എന്നുവെച്ചാൽ അയ്യപ്പന്റെ പൊന്നുരുക്കി ജീവിക്കാൻ തീരുമാനിച്ച ആളുകൾ അവര് നടത്തുന്ന തട്ടിപ്പിന് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് അതിന്റെ മേലെയുള്ള സർക്കാർ കൂട്ടുനിന്നതിന്റെ കഥകളാണ് ഓരോ ദിവസം പുറത്തു വന്നുകൊണ്ടിരുന്നത്. ഇത് കേരളത്തിലെ വിശ്വാസിയും അവിശ്വാസിയും ക്ഷമിക്കില്ല എന്ന കാര്യത്തിന് സംശയം വേണ്ട. ഇത് വിശ്വാസികൾ മാത്രമല്ല അവിശ്വാസിക്കും ക്ഷമിക്കാൻ കഴിയാത്ത പാതകമാണ് ഈ ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത്. അതാണ് ഈ ഗവൺമെന്റ് തുടരുന്നത്. ഇതിനെ മറച്ചു വെക്കാൻ വേണ്ടിയാണ് ഓരോ ഇൻസിഡൻസും ഉണ്ടാക്കുന്നത്. ഇതിനെ മറച്ചു വെക്കാൻ വേണ്ടിയാണ് പേരാമ്പ്രയിൽ ഉൾപ്പെടെ ഒരു പ്രൊവോക്കേഷനും ഇല്ലാത്ത തലത്ത് വലിയ തോതിലുള്ള പോലീസ് ബ്രൂട്ടാലിറ്റിക്ക് നേതൃത്വം നൽകുന്നത്. ഞാനൊരു കാര്യം പറയാം, ഞാൻ ആ സമരത്തിൽ പങ്കെടുക്കുന്ന ആദ്യമായിട്ടല്ല. എനിക്ക് എന്റെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന് എനിക്ക് ഏതാണ്ട് 21 വർഷത്തെ KSU പ്രവർത്തനം നടത്തി, 22 വർഷത്തിലധികം KSU പ്രവർത്തനം നടത്തിയിട്ട് ഒരാളാണ്. അന്നു മുതൽ ഇന്ന് വരെ സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്, ചിലപ്പം ജയിലിൽ പോയിട്ടുണ്ട്, ചിലപ്പോൾ മർദ്ദനമേൽക്കേണ്ടി വന്നിട്ടുണ്ട്. എന്റെ തല ഞാൻ MLA ആയിരിക്കുമ്പോൾ തിരുവനന്തപുരത്ത് നടത്തിയ ഒരു സമരത്തിൽ എന്റെ തല ഈ പിണറായി വിജയന്റെ പോലീസിനെ തല്ലിപ്പൊളിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പൊ ഇവിടെ അപ്പൊ എനിക്ക് മർദ്ദനമേറ്റത് അതുകൊണ്ട് മാത്രമാണ് ഈ സംഭവം, അതല്ല. ഇതിന്റെ റീസൺ ആണ്. ഇതിന്റെ ഞങ്ങളെ അങ്ങനെ ഒരു മർദ്ദനത്തിന് അവരെ പ്രൊവോക്ക് ചെയ്തതിന്റെ റീസണിലേക്ക് തന്നെയാണ്, അതിന്റെ പൊളിറ്റിക്കൽ റീസണിലേക്ക് തന്നെയാണ് ഞങ്ങൾ വിരൽ ചൂണ്ടാൻ ആഗ്രഹിക്കുന്നത്. അതെങ്ങനെ പ്രവർത്തിച്ചു എന്നാണ് ഈ പത്രസമ്മേളനത്തിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഇവിടെ എനിക്ക് മർദ്ദനമേറ്റതിന്റെ കാര്യം വെച്ചിട്ട് ഇത് ഒരു സഹപ്രവർത്തകന് ആ ദിവസം ഉണ്ടായിട്ടുള്ള ഒരു ചിത്രം നിങ്ങൾ കണ്ടതാണ്. പേരാമ്പ്ര മാർക്കറ്റിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു സാധാരണക്കാരനായിട്ട് നിയാസ് വന്ന ഒരാളെ ഒരു തരത്തിലുള്ള വാർണിങ്ങും ഒരു തരത്തിലുള്ള സൈറണും ഒരു തരത്തിലുള്ള ഇൻഫോർമേഷനും ഇല്ലാതെ ആൾക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് എറിഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരന് സംഭവിച്ച പരിക്കിന്റെ ആഘാതമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക.
പോലീസ് അവിടെ പറയുന്നതും CPM പ്രചരണം നടത്തുന്നതും ഞങ്ങൾ പേരാമ്പ്രയിൽ, ഞാനും DC പ്രസിഡന്റും പേരാമ്പ്രയിൽ പോയതെന്തോ സംഘർഷം ഉണ്ടാക്കാനെന്നുള്ളതാണ്. നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇപ്പോ ഞാനൊരു വീഡിയോ അയക്കുന്നുണ്ട്. ആ വീഡിയോ നിങ്ങൾ ഒന്നെടുത്ത് നോക്ക്.